ഭൂമിയിലുള്ള ഒരു ജീവിക്കും കടന്നുപോകാൻ സാധിക്കാത്ത ഒരു രേഖ സങ്കല്പിക്കുക. ഒരു പക്ഷിക്കും അതിലൂടെ പറക്കാനാകില്ല. ഒരു സസ്തനിയും അതിലൂടെ കടക്കാൻ ധൈര്യപ്പെടില്ല. നിങ്ങൾക്കത് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? ഈ രേഖ അദൃശ്യമാണ്. ഭൗതിക യാഥാർത്ഥ്യത്തിൽ ഇത് നിലവിലില്ല. പക്ഷേ അതിൻ്റെ സ്വാധീനം അതിശക്തമാണ്. പരിണാമത്തിൻ്റെ ശക്തികൾക്ക് പോലും എല്ലായ്പ്പോഴും അതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടേയില്ല. ഈ നിഗൂഢമായ തടസ്സം ദ വാലൻസ് ലൈനാണ്. ഒരു ജീവജാലത്തിനും കടക്കാൻ സാധിക്കാത്ത വെറും 32 കിലോമീറ്റർ വെള്ളം. എന്നാൽ ഒരു അദൃശ്യമായ അതിർത്തിക്ക് പ്രകൃതിയെ എങ്ങനെ തടയാൻ കഴിയും? ഈ തടസ്സത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇന്തോനേഷ്യയിലേക്ക് പോകാം. ഈ അദൃശ്യ അതിർത്തി ബാലിയുടെയും ലോംബോക്കിൻ്റെയും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അതിർത്തിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഏഷ്യൻ കടുവകൾ, കരടികൾ, കാണ്ടാമൃഗങ്ങൾ, ആനകൾ എന്നിവരുടെ ലോകമാണ്. എന്നാൽ വെറും 32 കിലോമീറ്റർ മാത്രം കിഴക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കങ്കാരുകളുടെയും കൊമോഡോ ഡ്രാഗണുകളുടെയും ലോകത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഏഷ്യൻ മേഖലയെയും ഓസ്ട്രേലിയൻ മേഖലയെയും വേർതിരിക്കുന്ന ഈ അദൃശ്യ അതിർത്തിയാണ് വാലൻസ് ലൈൻ. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സമുദ്രപാത മാത്രമാണിത്. എന്നാൽ കഴിഞ്ഞ 150 വർഷത്തിലേറെയായി ശാസ്ത്രജ്ഞർ ഇതിൻ്റെ രഹസ്യം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇത്ര അസാധാരണമായി എന്താണുള്ളത്? ഒരു നിമിഷം നമ്മുടെ ഭൂമിയിലെ മറ്റൊരു കോണിലേക്ക് പോകാം. അവിടെ ശ്വസിക്കാനോ ഭക്ഷണം കണ്ടെത്തുവാനോ വേണ്ടി അവിശ്വസനീയമായ ദൂരങ്ങൾ സഞ്ചരിക്കുന്ന മൃഗങ്ങളെ നമുക്ക് കാണാം. പക്ഷികൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറന്ന് ഭൂഖണ്ഡങ്ങൾക്കിടയിലൂടെ ദേശാടനം ചെയ്യുന്നു. കടലാമകൾ 100 കണക്കിന് കിലോമീറ്ററുകൾ നീന്തി വർഷങ്ങൾക്ക് ശേഷം ജനിച്ച അതേ കടൽ തീരത്തേക്ക് മടങ്ങിയെത്തുന്നു. മൃഗങ്ങൾക്ക് പർവ്വതങ്ങളും സമുദ്രങ്ങളും കടന്നു പോകുവാൻ സാധിക്കും. എന്നാൽ വാലൻസ് ലൈൻ്റെ കാര്യം വ്യത്യസ്തമാണ്. ഒരു മൃഗവും അത് കടക്കുവാൻ ധൈര്യപ്പെടില്ല. മിക്ക തദ്ദേശീയ വന്യമൃഗങ്ങളും വാലൻസ് ലൈൻ അദൃശ്യവും എന്നാൽ മറികടക്കാനാകാത്തതുമായ ഒരു വലിയ തടസ്സമാണ്. വെറും 30 കിലോമീറ്റർ മാത്രം വെള്ളം. ആമകൾക്കും പല്ലികൾക്കും പക്ഷികൾക്കും ഇത് വലിയ കാര്യമല്ല എന്ന് തോന്നും. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ലോംബോക്കിലെ സസ്തനികളോ ഉരകങ്ങളോ ബാലി തീരത്തേക്ക് പോകുവാൻ ശ്രമിക്കാറേയില്ല. അവരുടെ ദ്വീപിൽ വൻ തീപിടുത്തമോ 10 മീറ്റർ ഉയരമുള്ള സുനാമിയോ ഉണ്ടായാൽ പോലും അവർ അതുമാത്രം ചെയ്യില്ല. അതുപോലെ ബാലിയിലെ കടുവകളോ മോൺസ്റ്റർ പല്ലികളോ ലോംബോക്കിൽ നിന്നും ഭൂമധ്യരേഖ വനങ്ങളിലേക്ക് പോകാനും സാധ്യതയില്ല. വവ്വാലുകൾ പോലുള്ള ചില ജീവികൾ ഒഴികെ പക്ഷികൾ പോലും ഈ അദൃശ്യ അതിർത്തിയെ കൂടുതലായി മാനിക്കുന്നു. ഈ നിഗൂഢമായ രേഖ 2 അയൽ ദ്വീപുകളെ മാത്രമല്ല വേർതിരിക്കുന്നത്. 2 വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾക്കിടയിലെ അതിർത്തിയും ഇത് തന്നെയാണ്. ഭൗതികമായി നോക്കുമ്പോൾ ഇത് മറികടക്കാൻ കഴിയാത്ത ഒരു തടസ്സമല്ല എന്ന് തോന്നാം. എന്നാൽ ശരിക്കും അങ്ങനെയാണോ? വാലൻസ് ലൈൻ എങ്ങനെ രൂപപ്പെട്ടു? നമുക്കതിൻ്റെ തുടക്കം മുതലുള്ള കഥ പരിശോധിക്കാം. വാസ്തവത്തിൽ ഈ അദൃശ്യ രേഖയുടെ രഹസ്യത്തിൻ്റെ ആദ്യ സൂചനകൾ ലഭിച്ചത് 16-ാം നൂറ്റാണ്ടിലായിരുന്നു. 1521 മെഗലൻ്റെ പരിവേഷണത്തിലെ അംഗമായിരുന്ന ആൻ്റോണിയോ പിഗഫേറ്റ ഫിലിപ്പീൻസിലെയും മലൂക്കു ദ്വീപുകളിലെയും സസ്യജന്തുജാലങ്ങൾ പരസ്പരം വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും അവരുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് ശ്രദ്ധിച്ചു. അദ്ദേഹം അത് തൻ്റെ യാത്രാ ജേണലിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അതിനുള്ള കാരണം വിശദീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതേയില്ല. അങ്ങനെ ആ നിഗൂഢമായ രേഖയുടെ രഹസ്യം 19-ാം നൂറ്റാണ്ട് വരെ പരിഹരിക്കപ്പെടാതെ തുടർന്നു. 1854 ബ്രിട്ടീഷ് പ്രകൃതിശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് റസൽ വാലസ് മലായ് ദ്വീപ് സമൂഹത്തിലൂടെ ഒരു പരിവേഷണം ആരംഭിച്ചു. ബാലിയുടെയും ലോംബോക്കിൻ്റെയും ഇടയിലുള്ള ഈ നേർരേഖയുടെ ഇരുവശങ്ങളിലും ജീവിക്കുന്ന സസ്യജന്തുജാലങ്ങൾ പരസ്പരം തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളിലുള്ളതുപോലെയാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഒരു വശത്ത് കടുവകളും കാണ്ടാമൃഗങ്ങളും ആനകളും അടങ്ങിയ ദക്ഷിണേഷ്യൻ ജന്തുജാലങ്ങൾ, മറുവശത്ത് കോലകൾ, മാർസുപ്പിയലുകൾ, കങ്കാരുകൾ എന്നിവർ നിറഞ്ഞ ഓസ്ട്രേലിയൻ ലോകം. ഈ ഭൂമിശാസ്ത്രപരമായ വിഭജനം വാലസിൻ്റെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ ഉയർത്തി. അന്നത്തെ ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത നിരവധി ചോദ്യങ്ങൾ. 8 വർഷത്തിലേറെയായി അദ്ദേഹം വിവിധ ദ്വീപുകളിൽ നിന്നും ജീവവർഗങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും പഠിക്കുകയും ചെയ്തു. ആ പഠനങ്ങളാണ് അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ കണ്ടെത്തലുകളിൽ ഒന്നിലേക്ക് നയിച്ചത്. തൻ്റെ കണ്ടെത്തലുകൾ അദ്ദേഹം ചാൾസ് ഡാർവിനുമായി പങ്കുവച്ചു. പിന്നീടവ പരിണാമ സിദ്ധാന്തത്തിൻ്റെ വികസനത്തിന് നിർണായകമായ അടിത്തറയായി മാറി. എന്നാൽ ഈ വിചിത്രമായ വിഭജനത്തിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കുവാൻ നമുക്ക് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് യാത്ര ചെയ്യണം. അന്ന് ഭൂമി ഇന്നത്തെ രൂപത്തിൽ പോലും ആയിരുന്നില്ല.
എല്ലാ ഭൂഖണ്ഡങ്ങളും ചേർന്ന് പാൻജിയ എന്ന ഒരൊറ്റ സൂപ്പർ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിരുന്നു. പാൻജിയ ജീവജാലങ്ങളുടെ ഒരു സ്വർഗം തന്നെയായിരുന്നു. ദിനോസറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും തടസ്സങ്ങളൊന്നുമില്ലാതെ ഭൂഖണ്ഡത്തിലൂടെ ഉടനീളം സഞ്ചരിക്കുവാൻ സാധിച്ചു. സമുദ്രങ്ങളോ കടലുകളോ ഭൂഖണ്ഡങ്ങളെ വേർതിരിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ജീവവർഗങ്ങളുടെ വ്യാപനത്തിനെ തടയുവാൻ ഒന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ ആ ഐക്യം എന്നേക്കും നിലനിൽക്കുന്ന ഒന്നായിരുന്നില്ല. പാൻജിയ പിളരാൻ വിധിക്കപ്പെട്ടു. അതിന് വ്യക്തമായ ശാസ്ത്രീയ കാരണങ്ങളുമുണ്ട്. ഭൂമിയുടെ ഉപരിതലം ഭീമാകാരമായ ടെക്ടോണിക് പ്ലേറ്റുകളാൽ നിർമ്മിതമാണ്. ഈ പ്ലേറ്റുകൾ ഒരിക്കലും നിശ്ചലമല്ല. അവ നിരന്തരം ചലിക്കുകയും പരസ്പരം ഇടപെടുകയും ചെയ്യുന്നു. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഉയരുന്ന അത്യുഷ്ണ മാഗ്മ ഉപരിതലത്തിലേക്ക് ഉയരുമ്പോൾ അത് ഈ പ്ലേറ്റുകളെ പതിയെ അകറ്റാൻ തുടങ്ങുന്നു. ഇന്നും വടക്കേ അമേരിക്കൻ പ്ലേറ്റും യൂറോപ്യൻ പ്ലേറ്റും വർഷത്തിൽ ഏകദേശം 2 സെൻറ്റിമീറ്റർ വീതം പരസ്പരം അകലുകയാണ്. പ്ലേറ്റുകൾ അകന്നു പോകുമ്പോൾ അവയുടെ മുകളിലുള്ള ഭൂഖണ്ഡങ്ങളും അകലും. അങ്ങനെ പാൻജിയ പതിയെ പല കഷ്ണങ്ങളായി പിളർന്നു. ജിക്സോ പസിലിൻ്റെ വലിയ കഷ്ണങ്ങൾ പോലെ ഭൂഖണ്ഡങ്ങൾ വിവിധ ദിശകളിലേക്ക് നീങ്ങിപ്പോയി. പുതിയ സമുദ്രങ്ങളും പർവ്വതങ്ങളും രൂപപ്പെട്ടു. അവ ജീവജാലങ്ങൾക്ക് കടന്നുപോകുവാൻ കഴിയാത്ത പ്രകൃതിദത്ത തടസ്സങ്ങളായി മാറി. എന്നാൽ ഈ മാറ്റം ജീവവർഗങ്ങളുടെ പരിണാമത്തെ ഇത്രയധികം സ്വാധീനിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഓരോ ഒറ്റപ്പെട്ട പ്രദേശത്തും അതിൻ്റേതായ സവിശേഷ ആവാസ വ്യവസ്ഥകളുടെ പരീക്ഷണശാലകളായി മാറി. അതേസമയം ഭൂഖണ്ഡങ്ങളുടെ നീക്കം കാലാവസ്ഥയിലും വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിച്ചു. പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ ജീവികൾ നിർബന്ധിതരായി മാറി. കുടിയേറാനുള്ള അവസരം നഷ്ടപ്പെട്ട ജീവവർഗങ്ങൾ പരസ്പരം സ്വതന്ത്രമായി പരിണമിക്കുവാൻ തുടങ്ങി. ഇത്തരം മാറ്റങ്ങൾ എല്ലാ ഭൂഖണ്ഡങ്ങളെയും ബാധിച്ചു. എങ്കിലും ദക്ഷിണേഷ്യൻ മേഖലയിലാണ് ഇതിൻ്റെ സ്വാധീനം ഏറ്റവും വ്യക്തമായി പ്രകടമായത്. സുന്ദയും സാഹൂലും എന്നറിയപ്പെടുന്ന കരഭാഗങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യയെയും ഓസ്ട്രേലിയയെയും ബന്ധിപ്പിച്ചിരുന്ന പ്രകൃതിദത്ത പാലങ്ങളായിരുന്നു. ജീവജാലങ്ങൾക്ക് അവയിലൂടെ സ്വതന്ത്രമായി കുടിയേറാൻ സാധിച്ചിരുന്നു. എന്നാൽ ഹിമയുഗം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ സമുദ്രനിരപ്പ് വളരെയേറെ ഉയർന്നു. ഈ കരപാലങ്ങളെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി മാറി. അങ്ങനെ ഏഷ്യയും ഓസ്ട്രേലിയയും പരസ്പരം പൂർണ്ണമായും വേർപെട്ടുപോയി. ജീവവർഗങ്ങളുടെ കൈമാറ്റം അങ്ങനെ അവസാനിച്ചു. ഈ വേർപിരിയിലാണ് പിന്നീട് വാലസ് ലൈൻ എന്ന അദൃശ്യ അതിർത്തിയുടെ അടിസ്ഥാനമായി മാറിയത്. എന്നാൽ ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇത് വെറും ഒരു ജലതടസ്സം മാത്രമാണല്ലോ. അങ്ങനെയിരിക്കെ മൃഗങ്ങൾ ഇത് മറികടക്കുവാൻ വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ലളിതമാണ്. വാലസ് ലൈൻ എന്നത് 2 വ്യത്യസ്ത കാലാവസ്ഥകളുടെയും 2 വ്യത്യസ്ത പ്രകൃതി വ്യവസ്ഥകളുടെയും അതിർത്തിയാണ്. ഈ രേഖയുടെ ഇരുവശങ്ങളിലുമുള്ള വന്യജീവികൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പരസ്പരം പൂർണ്ണമായും ഒറ്റപ്പെട്ടാണ് പരിണമിച്ചത്. അതുകൊണ്ട് മൃഗങ്ങൾ ശാരീരികമായി ഈ അതിർത്തി കടന്നാലും നീന്തിയോ നേരെ പറന്നോ മറുവശത്ത് എത്തിയാലും അവിടുത്തെ കാലാവസ്ഥയോടും ഭക്ഷണരീതികളോടും വേട്ടക്കാരോടും രോഗങ്ങളോടും അവയ്ക്ക് പൊരുതി നിൽക്കുവാൻ കഴിയില്ല. ഒടുവിൽ അവ നശിച്ചു പോകും. ഇത് വളരെ ലളിതവും യുക്തിസഹവുമായ വിശദീകരണമാണ്. എന്നിരുന്നാലും വാലസ് ഈ ആശയം അവതരിപ്പിച്ച ഉടൻ തന്നെ ശാസ്ത്രലോകം ഇത് അംഗീകരിച്ചില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. വാലസ് തൻ്റെ കാലത്തേക്കാൾ ഏറെ മുന്നേ ചിന്തിച്ച ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പൂർണ്ണമായി അംഗീകാരം നേടുവാൻ വർഷങ്ങൾ വേണ്ടി വന്നു. 1960കളിൽ ജൈവ ഭൂമിശാസ്ത്രം ശാസ്ത്രലോകത്ത് കൂടുതൽ പ്രാധാന്യം നേടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിവരിച്ച ഈ അതിർത്തിക്ക് ഔദ്യോഗികമായി വാലസ് ലൈൻ എന്ന പേര് നൽകപ്പെട്ടു. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. ശാസ്ത്രജ്ഞരെ മറ്റൊരു അത്ഭുതം കൂടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വാലസ് ലൈൻ പ്രകൃതിയിലെ ഒരേ ഒരു അദൃശ്യ അതിർത്തി അല്ല എന്ന് അവർ പിന്നീട് കണ്ടെത്തി. ജർമ്മൻ ശാസ്ത്രജ്ഞനായ മാക്സ് വെബർ മറ്റൊരു രേഖ തിരിച്ചറിഞ്ഞു. അത് ലോകത്തിൻ്റെ മറുവശത്തൊന്നുമല്ല. വാലസ് ലൈന് വളരെയേറെ അടുത്തായിരുന്നു അത് സ്ഥിതി ചെയ്തിരുന്നത്. ആ രേഖയാണ് വെബർ ലൈൻ. വാലസ് ലൈൻ്റെ പരിഷ്കരിച്ച രൂപമായിട്ടാണ് വെബർ ലൈനെ കണക്കാക്കുന്നത്. ഇതും ഏഷ്യൻ ജന്തുജാലങ്ങളെയും ഓസ്ട്രേലിയൻ ജന്തുജാലങ്ങളെയും വേർതിരിക്കുന്ന ലൈനാണ്. എന്നാൽ ഇത് കുറച്ചുകൂടെ കിഴക്കോട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് സസ്തനികളും കരജീവികളുമുള്ള പ്രദേശത്തിലൂടെ കൂടുതൽ വ്യക്തമായ അതിർത്തിയായിട്ടാണ് ഇത് പ്രതിഫലിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു രേഖയും കാലങ്ങൾക്ക് ശേഷം ശാസ്ത്രജ്ഞർ നിർവചിച്ചു. ഇംഗ്ലീഷ് ജീവശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ലൈഡേക്കറുടെ പേരിലുള്ള ലൈഡേക്കർ ലൈൻ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തെയും ന്യൂ ഗിനിയയെയും മലായ് ദ്വീപ് സമൂഹത്തിലെ മറ്റു ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്ന കിഴക്കേയറ്റത്തെ ജൈവ ഭൂമിശാസ്ത്ര അതിർത്തിയാണിത്. ഈ 3 രേഖകളും ചേർന്ന്
പ്രകൃതിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ജൈവ വിഭജനങ്ങളിൽ ഒന്നിനെ പ്രതിനിധീകരിക്കുന്നു. ചില മൃഗങ്ങൾക്ക് ഈ അതിർത്തികൾ ഒരിക്കലും കടക്കാനാവില്ല. ചിലത് കടന്നാലും അതിജീവിക്കാൻ കഴിയില്ല. പക്ഷികൾക്ക് ആകാശത്തിലൂടെ ഈ അദൃശ്യരേഖകൾ മറികടക്കാൻ സാധിക്കും. എന്നാൽ മറുവശത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുവാൻ കഴിയുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ മൃഗങ്ങളുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ സസ്യങ്ങളുടെ കാര്യം ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? അവയ്ക്കും ഈ അദൃശ്യ അതിർത്തികൾ ബാധകമാണോ? സസ്യങ്ങൾക്ക് മൃഗങ്ങളെ അപേക്ഷിച്ച് ഈ അതിർത്തികൾ കടക്കുവാൻ താരതമ്യേന എളുപ്പമാണ്. കാരണം വിത്തുകളും ബീജങ്ങളും കാറ്റിലൂടെയും സമുദ്രപ്രവാഹത്തിലൂടെയും ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും വാലസ് ലൈനും മറ്റ് ജൈവ ഭൂമിശാസ്ത്ര രേഖകളും സസ്യങ്ങളുടെ വ്യാപനത്തെയും ഒരു പരിധിവരെ നിയന്ത്രിക്കുന്ന പ്രകൃതിദത്ത ഫിൽറ്ററുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് ഭൂരിഭാഗം യൂക്കാലിപ്റ്റീസ് ഇനങ്ങളും വാലസ് ലൈൻ്റെ ഓസ്ട്രേലിയൻ ഭാഗത്ത് മാത്രമാണ് കാണപ്പെടുന്നത്. എന്നാൽ അതിനൊരു അപവാദമുണ്ട്. റെയിൻബോ യൂക്കാലിപ്റ്റസ്. ഈ ഇനം ഫിലിപ്പീൻസിലെ മിൻഡനാവോ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച് ഈ അദൃശ്യ അതിർത്തി വിജയകരമായി മറികടക്കുന്നു. ഇവിടെ ഒരു രസകരമായ മാതൃക കാണാം. ജീവിവർഗം എത്ര ലളിതമാണോ അത്ര എളുപ്പമാണ് ഈ അതിർത്തികൾ മറികടക്കുവാൻ. സൂക്ഷ്മാണുക്കൾക്ക് വാലസ് ലൈൻ ഒരു വലിയ വെല്ലുവിളി അല്ല. എന്നാൽ ഒരിക്കൽ ഭൂമിയിലെ ഏറ്റവും സങ്കീർണമായ ജീവികളിൽ ഒരാൾ ഈ അതിർത്തി വിജയകരമായി മറികടന്നു. അത് സംഭവിച്ചത് അവരുടെ സങ്കീർണതയുണ്ടായിരുന്നിട്ടുമല്ല. നാം ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകുന്നുണ്ടോ? അത് പുരാതന മനുഷ്യരിലെ ഒരു നിഗൂഢ വിഭാഗമായ ഡെനിസോവന്മാരെ കുറിച്ചാണ്. 21-ാം നൂറ്റാണ്ടിൽ നടത്തിയ ജനിതക ഗവേഷണങ്ങൾ ഒരു അതിശയകരമായ സത്യം വെളിപ്പെടുത്തി. ഡെനിസോവന്മാർ ഇന്ന് വംശനാശം സംഭവിച്ചിട്ടുണ്ട് എങ്കിലും അവരുടെ DNA-കളുടെ ഗണ്യമായൊരു പങ്ക് ഇന്നും പപ്പുവ ന്യൂ ഗിനിയയിലെയും ഓസ്ട്രേലിയയിലെയും തദ്ദേശവാസികളിൽ നിലനിൽക്കുന്നു. ഈ കണ്ടെത്തൽ ശാസ്ത്രജ്ഞരെ ഒരു സുപ്രധാന നിഗമനത്തിലേക്ക് എത്തിച്ചു. ആധുനിക മനുഷ്യരുടെ ഈ പുരാതന ബന്ധുക്കൾ ഒരു കാലത്ത് വാലസ് ലൈൻ വിജയകരമായി മറികടന്നിരുന്നു. ചില തെളിവുകൾ സൂചിപ്പിക്കുന്നത് അവർ പിന്നീട് പടിഞ്ഞാറോട്ടേക്കുള്ള ഒരു ചെറിയ തിരിച്ചു കുടിയേറ്റവും നടത്തിയിരിക്കാം എന്നാണ്. എന്നാൽ ഈ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല. അന്ന് സമുദ്രനിരപ്പ് ഇന്നത്തേതിനേക്കാൾ താഴ്ന്നതായിരുന്നു. എന്നിരുന്നാലും അതിശക്തമായ സമുദ്രപ്രവാഹങ്ങൾ കാരണം നാവിഗേഷൻ അതീവ അപകടകരമായിരുന്നു. അപ്പോൾ മൃഗങ്ങൾക്ക് കഴിയാത്തത് ഡെനിസോവന്മാർക്ക് എങ്ങനെ സാധിച്ചു? ഉത്തരം അവരുടെ ബുദ്ധിശക്തിയാണ്. അവർക്ക് ലളിതമായ തോണികളോ പൊങ്ങിക്കിടക്കുന്ന കരകൗശല വസ്തുക്കളോ നിർമ്മിക്കുവാൻ അറിയാമായിരുന്നു. അതിലൂടെ അവർ ഈ ജലതടസ്സത്തെ മറികടന്ന് മലായ് ദ്വീപ് സമൂഹത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ പിന്നീട് ചരിത്രത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ ഡെനിസോവന്മാർ അപ്രത്യക്ഷരായിപ്പോയി. എന്നാൽ അവർ പൂർണ്ണമായും ഇല്ലാതായില്ല. അവരുടെ ജനിതക പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നു. ജനിതക പരിശോധനകൾ കാണിക്കുന്നത് ഡെനിസോവൻ DNA പ്രധാനമായും വാലസ് ലൈന് കിഴക്കുള്ള തദ്ദേശീയ ജനവിഭാഗങ്ങളായ പാപ്പുവ ന്യൂ ഗിനിയക്കാരിലും ഓസ്ട്രേലിയൻ ആദിവാസികളിലും മാത്രമാണ് കാണപ്പെടുന്നത് എന്നാണ്. അതേസമയം അവർ ആദ്യമായി തിരിച്ചറിഞ്ഞ സൈബീരിയ ഉൾപ്പെടെയുള്ള ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഇന്നത്തെ ജനങ്ങളിൽ ഡെനിസോവൻ DNA വളരെ കുറവോ ഇല്ലാതെയോ ആണ്. ഇതെങ്ങനെ സാധ്യമായി? ഇതിൻ്റെ ഉത്തരത്തിൽ ശാസ്ത്രലോകത്തിന് ഇന്നും പൂർണ്ണമായ ഏക അഭിപ്രായമില്ല. ചില ഗവേഷകർ വിശ്വസിക്കുന്നത് ഡെനിസോവന്മാരിൽ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമാണ് വാലസ് ലൈൻ കടക്കാൻ കഴിഞ്ഞത്. അവർ പിന്നീട് ആധുനിക മനുഷ്യരുടെ പൂർവികരുമായി സംയോജിച്ച് ഓസ്ട്രേലിയയിലും ന്യൂ ഗിനിയയിലും സമീപ ദ്വീപുകളിലും സ്ഥിര താമസമാക്കി. അതുകൊണ്ടാണ് അവരുടെ DNA ഇന്നും പ്രധാനമായും വാലസ് ലൈന് കിഴക്കുള്ള ജനവിഭാഗങ്ങളിൽ മാത്രം നിലനിൽക്കുന്നത്. മറ്റു ചില ഗവേഷകർ പറയുന്നത് പിന്നീടെത്തിയ ഹോമോസാപ്പിയൻസ് മനുഷ്യരുടെ കുടിയേറ്റ തരംഗങ്ങൾ ഡെനിസോവന്മാരെ ക്രമേണ മാറ്റി നിർത്തുകയോ അവരുമായി ലയിക്കുകയോ ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നേരിട്ടുള്ള പുരാവസ്തു തെളിവുകൾ ഓഷ്യാനയിൽ ഇന്ന് അവരെ കണ്ടെത്താനായിട്ടേയില്ല. ഈ വിഷയത്തിൽ ശാസ്ത്രലോകം ഇപ്പോഴും ചർച്ച തുടരുകയാണ്. ഓരോ പുതിയ ജനിതക പഠനവും ഓരോ പുതിയ പുരാവസ്തു കണ്ടെത്തലും ഈ നിഗൂഢമായ കഥയ്ക്ക് പുതിയ അധ്യായങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഭാവിയിൽ മറ്റൊരു ആൽഫ്രഡ് റസൽ വാലസ് ജനിക്കേണ്ടി വരും. പ്രകൃതി ഇന്നും നമ്മിൽ നിന്നും മറച്ചുവെച്ചിരിക്കുന്ന ഈ അദൃശ്യ അതിർത്തികളുടെ അവസാനത്തെ രഹസ്യവും വെളിപ്പെടുത്തുന്നതിനായി. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.